മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്താണ്, അഥവാ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്താണ് എന്ന് പഠിച്ചിരുന്നു. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ചില പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ, എസ് be a subset of real numbers which is non-empty. So S is a non-empty subset of real numbers. If S is bounded above, then it has a supremum in R. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരുന്നത്. ഒരു സെറ്റ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന് ഒരു സുപ്രീമം ഉണ്ടായിരിക്കും. ഇതിന് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് എസ് ഇസ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിന് ഒരു ഇൻഫിമം ഉണ്ടായിരിക്കും എന്നും പറയാം. So there exists an infimum S in R. S has an infimum in R. ഇതിനെ ഇൻഫിമം പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയും. ദെൻ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതാണ്. ഇഫ് S is a non-empty subset of R which is bounded above, prove that A plus capital S is equal to A plus supremum of capital S, where A is some real number. Then what is meant by A plus capital S? ഇവിടെ A എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, S എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ഹൗ ക്യാൻ യു ആഡ് എ റിയൽ നമ്പർ ആൻഡ് എ സെറ്റ്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, സെറ്റിലുള്ള എല്ലാ എലമെൻസിൻ്റെ കൂടെയും ആ റിയൽ നമ്പർ ആഡ് ചെയ്യും. ഇതിനെയാണ് എ പ്ലസ് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എസ് ആയിട്ട് ഐ എം ടേക്കിംഗ് interval 1 2. What about 1 plus interval 1 2? 1 plus interval 1 2 will be equal to, so interval 1 2 എന്ന് പറയുന്ന സെറ്റിലെ 1 തുടങ്ങി 2 വരെയുള്ള എല്ലാവരുടെ കൂടെയും നമ്മൾ 1 ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് വി വിൽ ഗെറ്റ് 2 3. ഓക്കെ, ഇതാണ് ഈ എ പ്ലസ് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. Supremum of A plus capital S is equal to A plus supremum of S. അതിന് നമുക്ക് തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് എബോവ് ആണ്. സോ സുപ്രീമം പ്രോപ്പർട്ടി പ്രകാരം എസ്സിന് ഒരു സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. ആ സുപ്രീമത്തിനെ നമ്മൾ യു എന്ന് വിളിക്കുകയാണ്. സോ എസ് ഇസ് ബൗണ്ടഡ് എബോവ് implies supremum of S is a real number. അതിനെ നമ്മൾ യു എന്ന് വിളിച്ചു. സോ ലെറ്റ് യു ഈക്വൽ ടു സുപ്രീമം ഓഫ് ക്യാപിറ്റൽ എസ്. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യം പ്രൂവ് ചെയ്യണം. യു സുപ്രീമം ഓഫ് എസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ് എന്ന് വെച്ചാൽ എന്താണ്? എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ്. ക്യാപിറ്റൽ എസ്സിലുള്ള എല്ലാവരേക്കാളും വലുതാണ് യു. ഈ ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മൾ ഈ എ എന്ന് പറയുന്ന റിയൽ നമ്പർ ആഡ് ചെയ്യാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ പ്ലസ് സ്മോൾ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് യു ഫോർ ഓൾ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ്. ഇതിനെ തന്നെ എനിക്ക് ഇങ്ങനെയും എഴുതാം. എ പ്ലസ് സ്മോൾ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് യു ഫോർ ഓൾ എ പ്ലസ് സ്മോൾ എസ് എലമെൻറ്റ് ഓഫ് എ പ്ലസ് ക്യാപിറ്റൽ എസ് എന്നും എഴുതാം. സോ എ പ്ലസ് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാവരേക്കാളും വലുതാണ് എ പ്ലസ് യു. സോ വി ഹാവ് എ പ്ലസ് യു ഈസ് an upper bound of A plus capital S. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് എ പ്ലസ് യു ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇനി ഇതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് നമുക്ക് കാണിക്കണം. ഇത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്ന് കാണിക്കാൻ ടേക്ക് അനദർ അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് എസ്. സോ ലെറ്റ് വി ബി എനി അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് ക്യാപിറ്റൽ എസ് എന്ന് വെച്ചാൽ എല്ലാ എ പ്ലസ് സ്മോൾ എസ്സുകളും
വിയേക്കാളും ചെറുതാണ്. ഓക്കെ, നോ എ പ്ലസ് for all a plus small s element of a plus capital S. And this implies ഞാൻ ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഒരു മൈനസ് എ ആഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി മൈനസ് എ ഫോർ ഓൾ എസ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ഈ വി മൈനസ് എ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. കാരണം ക്യാപിറ്റൽ എസ്സിലുള്ള എല്ലാവരേക്കാളും വലുതാണ് വി മൈനസ് എ. ആരാണ് ക്യാപിറ്റൽ എസ്സിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്? ഇറ്റ് ഈസ് യു. So we can say that u is less than or equal to v minus a. If u is less than or equal to v minus a, I will write it here, write it in the top. u less than or equal to v minus a ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Add a on both sides so that we will get a plus u less than or equal to v. Okay, ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എ പ്ലസ് യു ഒരു അപ്പർ ബൗണ്ടാണ്. ഇപ്പോൾ നമുക്ക് കിട്ടി എ പ്ലസ് യു മറ്റുള്ള എല്ലാ അപ്പർ ബൗണ്ട്സിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. അതിൻ്റെ അർത്ഥം എന്തായി? എ പ്ലസ് യു ആണ് സുപ്രീമം ഓഫ് എ പ്ലസ് ക്യാപിറ്റൽ എസ്. Okay, so we have supremum of a plus capital S is equal to a plus u. ഈ u എന്ന് വെച്ചാൽ it is supremum of S. So that we have supremum of a plus capital S is equal to a plus supremum of S. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് എസ് ബി എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് ആർ ദാറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. സോ എസ്സിന് ലോവർ ബൗണ്ട് ആണുള്ളത്. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ എസ്സിന് ഇൻഫിമം ഉണ്ട്. പ്രൂവ് ദാറ്റ് ഇൻഫിമം ഓഫ് ക്യാപിറ്റൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് സുപ്രീമം ഓഫ് മൈനസ് എസ്. മൈനസ് സുപ്രീമം ഓഫ് മൈനസ് എസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം തന്നിട്ടുള്ളത് എന്താണ്. എസ് ഇസ് ബൗണ്ടഡ് ബിലോ. ദർഫോർ നമുക്ക് ഇൻഫിമം ഓഫ് എസ് എന്ന് പറയുന്ന ഒരാൾ ആറിലുണ്ട്. ഈ ഇൻഫിമത്തിനെ ഞാൻ എൽ എന്ന് വിളിക്കുകയാണ്. സോ ലെറ്റ് എൽ ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഈ എൽ എന്ന് പറയുന്നത് എസ്സിൻ്റെ ഒരു ലോവർ ബൗണ്ടാണ്. എൽ ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് എസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് എസ് implies S is greater than or equal to L for all S element of capital S. S is greater than or equal to L for all S element of capital S. ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മൾ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഓർക്കുക, നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി നേരെ റിവേഴ്സ് ആവുകയാണ് ചെയ്യുക. സോ വി ഹാവ് മൈനസ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എൽ ഫോർ ഓൾ എസ് ഇൻ ക്യാപിറ്റൽ എസ്. ഈ ഫോർ ഓൾ എസ് ഇൻ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഫോർ ഓൾ മൈനസ് എസ് ഇൻ മൈനസ് ക്യാപിറ്റൽ എസ് എന്നും പറയാം. സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. മൈനസ് എൽ ഈസ് എൻ അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് ക്യാപിറ്റൽ എസ്. മൈനസ് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് മൈനസ് എൽ എന്ന് കിട്ടി. അപ്പോൾ മൈനസ് ക്യാപിറ്റൽ എസിന് അപ്പർ ബൗണ്ട് ഉണ്ട്.
അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിന് സുപ്രീമം ഉണ്ടായിരിക്കും. ഓക്കെ, സോ സുപ്രീമം ഓഫ് മൈനസ് ഓഫ് എസ് എക്സിസ്റ്റ് ഇൻ ആർ. അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൈനസ് എൽ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എസ് എന്ന് കിട്ടി. ഈ മൈനസ് എൽ എന്ന് പറയുന്നത് മൈനസ് എസിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എന്നാണ് ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യണം? വേറെ ഒരു അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എസ് എടുക്കുക. സോ ലെറ്റ് വി ബി എനി അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എസ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൈനസ് സ്മോൾ എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഫോർ ഓൾ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ് എന്ന് പറയാം. ഇതിന് ഈക്വാലൻ്റ് ആയിട്ട് ഈ മൈനസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്നുള്ള ഇനീക്വാലിറ്റി, അതിൻ്റെ രണ്ട് സൈഡും വീണ്ടും നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും ആൻഡ് വി വിൽ ഗെറ്റ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വി ഫോർ ഓൾ എസ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ്. ഇവിടെ നിന്ന് കിട്ടിയത് എന്താണ്? മൈനസ് വി എസിൻ്റെ ലോവർ ബൗണ്ടാണ്. ഹു ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എസ്? ക്യാപിറ്റൽ എസിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ എൽ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മൈനസ് വി എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ബിക്കോസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് എൽ ആൻഡ് മൈനസ് വി ഇസ് സം ലോവർ ബൗണ്ട്. സോ മൈനസ് വി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. വീണ്ടും ഇതിൽ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. സോ ദാറ്റ് വി വിൽ ഗെറ്റ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എൽ ഓർ മൈനസ് എൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. സോ നോക്കുക, മൈനസ് എൽ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എസ്. ഇഫ് വി ഈസ് എനി അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എസ്, മൈനസ് എൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. അപ്പോൾ എല്ലാ അപ്പർ ബൗണ്ട്സിനേക്കാളും ചെറുതാണ് മൈനസ് എൽ എന്ന് പറയുന്നത്. ദർഫോർ ഈ മൈനസ് എൽ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് മൈനസ് ഓഫ് എസ് ആണ്. ദെൻ വീണ്ടും ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സുപ്രീമം ഓഫ് മൈനസ് എസ്. ആൻഡ് ഹു ഈസ് എൽ? ഇറ്റ് ഈസ് ഇൻഫിമം ഓഫ് എസ്. സോ വി ഹാവ് ദിസ് റിസൾട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ബി ആർ ടു സബ്സെറ്റ്സ് ഓഫ് ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് എ ആൻഡ് ഫോർ ഓൾ ബി എലമെൻറ്റ് ഓഫ് ബി. എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുള്ള എല്ലാ എലമെൻസിനേക്കാളും ചെറുതാണ്. സോ നമ്മുടെ എയും ബിയും ഏതാണ്ട് എങ്ങനെയാണെന്ന് നോക്കുക. എ ഇവിടെ എവിടെയോ ആണെങ്കിൽ, ഇവിടെ എവിടെയോ ആണ് നമ്മുടെ എ ഉള്ളത് എന്ന് വിചാരിക്കുക. ഈ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുള്ള എല്ലാവരേക്കാളും ചെറുതാണ്. എയിലുള്ള എല്ലാവരും ബിയിലുള്ള എല്ലാവരേക്കാളും ചെറുതാണ്. ഓക്കെ, ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്: സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എ ഇൻ ക്യാപിറ്റൽ എ ആൻഡ് ഫോർ ഓൾ ബി ഇൻ ക്യാപിറ്റൽ ബി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ബി എന്ന് പറയുന്ന എലമെൻറ്റ്, ക്യാപിറ്റൽ ബിയിലുള്ള ഏതോ ഒരു ബി ഞാൻ ഫിക്സ് ചെയ്തു. ആരെ വേണമെങ്കിലും എടുക്കാം, ക്യാപിറ്റൽ ബിയിലുള്ള ആരെ വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഒരാളെ നമ്മൾ ഫിക്സ് ചെയ്യുക. സോ ഫിക്സ് ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബി. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന കാര്യത്തിനെ ഞാൻ ഒന്നും കൂടി എഴുതാൻ പോവാണ്. ഇപ്പം ഞാൻ ക്യാപിറ്റൽ ബിയിലുള്ള എല്ലാ ബികളെയും എടുക്കുന്നില്ല, ഒരു ബിയെ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് ഐ ഹാവ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. സോ ക്യാപിറ്റൽ എയിലുള്ള എല്ലാവരേക്കാളും വലുതാണ് ഈ ബി എന്ന് പറയുന്നയാൾ. അപ്പോൾ ദിസ് മീൻസ് ബി ഈസ് ആൻ അപ്പർ
അപ്പർ ബൗണ്ട് ഓഫ് എ. ബി എയുടെ ഒരു അപ്പർ ബൗണ്ടാണ്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ആരുണ്ട്? സുപ്രീം ഉണ്ട്. സോ സുപ്രീമം എ എന്ന് പറയുന്നയാൾ എക്സിസ്റ്റ് ചെയ്യും ബൈ സുപ്രീമം പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ആരാണ് ഈ സുപ്രീമം? സുപ്രീമം എന്ന് വച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സോ സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് എയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. ബി എന്ന് പറയുന്നത് എയുടെ ഏതോ അപ്പർ ബൗണ്ടാണ്. സോ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും ചെറുത്. സോ സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി ഞാൻ ഈ ഇനീക്വാലിറ്റി കൺസിഡർ ചെയ്യാണ്. സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഹൂ ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബിയിലുള്ള ഒരു എലമെൻ്റാണ്. ക്യാപിറ്റൽ ബിയിലുള്ള ഏത് എലമെൻ്റാണ്? ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആവാം. സോ ഐ ക്യാൻ സേ ദാറ്റ് സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ ബി എലമെൻറ്റ് ഓഫ് ബി. ഇപ്പോൾ സുപ്രീമം ഓഫ് എ ഇവിടെ എവിടെയോ ഉണ്ട്. സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നയാൾ ഇവിടെ എവിടെയോ ഉണ്ട്. അത് ക്യാപിറ്റൽ ബിയിലുള്ള എല്ലാവരേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ ഒരു ലോവർ ബൗണ്ടാണ്. ഇപ്പം ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിമം ഉണ്ട് എന്നറിയാം. സോ ഈ സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ ഒരു ലോവർ ബൗണ്ടാണ്. ഇൻഫിമം ഓഫ് ബി എന്ന് പറയുന്നത് ബിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. ഗ്രേറ്റസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദ, അതാണ് ഏറ്റവും വലിയ ആൾ. സോ സുപ്രീമം ഓഫ് എ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി ആൻഡ് ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയത്തെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്തെടുക്കുകയാണ്. എന്താണ് ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ബൗണ്ടഡ് സെറ്റ് എന്താണെന്ന് പഠിച്ചു. ഒരു സെറ്റ് ബൗണ്ടഡ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കണം. ഇവിടെ ഫംഗ്ഷൻ്റെ ബൗണ്ടഡ്നെസ് ആണ് നമ്മൾ പറയുന്നത്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറയുക? ഫംഗ്ഷൻ ബൗണ്ടഡ് ആവണമെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ഇമേജ്, ഇവിടെ ഫംഗ്ഷൻ ഞാൻ എടുത്തിരിക്കുന്നത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ. ഓക്കെ, അപ്പോൾ എഫിൻ്റെ റേഞ്ച് എന്താണെന്ന് കണ്ടുപിടിച്ചു. റേഞ്ച് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇമേജ് ഓഫ് ദ ഡൊമെയിൻ എഫ് ഓഫ് ക്യാപിറ്റൽ എ. ഈ റേഞ്ച് സെറ്റ് ഓർ ഡയറക്റ്റ് ഇമേജ് ഓഫ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയും. അതായത് എഫ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിന് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റ് ബൗണ്ടഡ് ആണ് എന്ന് പറയും. ഈ ഡെഫിനിഷനോട് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആവാനായിട്ട് എന്ത് ചെയ്താൽ മതി? ദർ എക്സിസ്റ്റ് സം എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനൊരു എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ദർ എക്സിസ്റ്റ് എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്ന് നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള സിമ്പലൊന്ന് ഒഴിവാക്കാനായിട്ട് നമുക്കിതിനെ മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയാലോ. അപ്പോൾ എല്ലാ എഫ് ഓഫ് എക്സുകളും മൈനസ് എമ്മിനും ഇടയിലാണ്. ഓക്കെ, എല്ലാ എഫ് ഓഫ് എക്സുകളും മൈനസ് എമ്മിനും ഇടയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എ ഈസ് എ ബൗണ്ടഡ് സെറ്റ്. എഫ് ഓഫ് എ ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ എഫ് ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയുള്ള കാര്യം നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകുന്ന കാര്യം ഇനി പ്രൂവ് ചെയ്തിട്ട് വേണം. സോ ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എഫ് ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ.
എഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് എ ഒരു ബൗണ്ടഡ് സെറ്റാണ്. എഫ് ഓഫ് എ ബൗണ്ടഡ് സെറ്റ് ആണെന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്ക് ഒരു ലോവർ ബൗണ്ടും ഉണ്ട് അപ്പർ ബൗണ്ടും ഉണ്ട്. സോ ഞാൻ ആ ലോവർ ബൗണ്ടായിട്ട് സ്മോൾ എം എടുക്കണു, അപ്പർ ബൗണ്ടായിട്ട് ക്യാപിറ്റൽ എം എടുക്കണു. സോ എല്ലാ എഫ് ഓഫ് എക്സുകളും സ്മോൾ എമ്മിനും ക്യാപിറ്റൽ എമ്മിനും ഇടയിലാണ് അല്ലേ. ഇനി ഞാൻ നോക്കുകയാണ് ഈ സ്മോൾ എം ക്യാപിറ്റൽ എം ഇതിൽ ആരുടെ അബ്സല്യൂട്ട് വാല്യൂ ആണ് വലുത്. ഓർ ഐ വിൽ call this as some m dash. സോ ഇനി ഞാൻ എം എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാണ് മാക്സിമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എം ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എം ഡാഷ്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി അത് മാത്രമല്ല ഇവിടെ maximum of mod m ആൻഡ് മോഡ് ക്യാപിറ്റൽ എം ഡാഷിനാണ് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. വീണ്ടും ഈ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള സിമ്പൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് മൈനസ് ക്യാപിറ്റൽ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം എന്ന് പറയാൻ പറ്റും. ഇതുപോലെ ക്യാപിറ്റൽ എം ഡാഷ് എടുക്കുക, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. അപ്പോൾ വീണ്ടും മൈനസ് ക്യാപിറ്റൽ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നോക്കുക, ഞാൻ ഈ ഭാഗം എടുത്തു. സോ ഐ ഹാവ് മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം മൈനസ് ക്യാപിറ്റൽ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഡാഷ്. Now here m dash is less than or equal to capital M. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ എഫ് ഓഫ് എക്സുകളും മൈനസ് ക്യാപിറ്റൽ എമ്മിനും പ്ലസ് ക്യാപിറ്റൽ എമ്മിനും ഇടയിലാണുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഇംപ്ലൈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. സോ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഡെഫിനിഷനും രണ്ടാമത് പറഞ്ഞ ഡെഫിനിഷനും സെയിം തന്നെയാണ്. ബോത്ത് ഓഫ് ദം ആർ ഈക്വലൻറ്റ്. അപ്പോൾ എന്താണ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കാര്യവും പറയാം, രണ്ടാമത്തെ കാര്യവും പറയാം. അതായത് ഒന്നുകിൽ നമുക്ക് പറയാം എഫ് ഓഫ് എ ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ, അതല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് എൻ എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്നും പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, എഫ് ആൻഡ് ജി. ദേ ആർ ബൗണ്ടഡ് ഫങ്ഷൻസ്. അപ്പോൾ എഫിൻ്റെയും ജിൻ്റെയും റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ്. ആൻഡ് ദേ ഹാവ് എ കോമൺ ഡൊമെയിൻ. രണ്ട് പേർക്കും ഒരേ ഡൊമെയിനാണുള്ളത്. വി ആർ ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, സുപ്രീമം ഓഫ് എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി ഓഫ് എ. അപ്പോൾ ഇവിടെ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം, G is a bounded function. എന്ന് വച്ചാൽ G of capital A is a bounded set. ബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ അതിന് അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ ബൗണ്ട് ഉണ്ട്. സോ ഇവിടെ എനിക്ക് ആവശ്യം അപ്പർ ബൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യമാണ്. സോ ദിസ് ഇംപ്ലൈസ് സുപ്രീമം ഓഫ് G of A exists. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. ഇനി എല്ലാ ജി ഓഫ് എക്സുകളും സുപ്രീമം ഓഫ് ജി ഓഫ് എയേക്കാളും ചെറുതായിരിക്കും. കാരണം ജി ഓഫ് എയിലുള്ള ആൾക്കാർ ആരാണ്? ജി ഓഫ് എക്സുകളാണ്. ആ ജി ഓഫ് എക്സുകളുടെ സുപ്രീമമാണ് ഈ സുപ്രീമം ഓഫ് ജി ഓഫ് എ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ജി ഓഫ് ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഈ സുപ്രീമം ഓഫ് ജി ഓഫ് എ എന്നുള്ളതിന് നമുക്കൊരു പേര് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി യു. സോ ദിസ് ഈസ് ഈക്വൽ ടു യു എന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്ന് കിട്ടി.
എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എക്സ് എലിമെൻറ്റ് ഓഫ് എ ആണെങ്കിൽ ദാറ്റ് മീൻസ് യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ എ. യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ എ. അപ്പോൾ എഫ് ഓഫ് ക്യാപിറ്റൽ എക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിന് സുപ്രീം ഉണ്ട്. ഈ സുപ്രീമം എന്ന് പറയുന്നയാൾ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ്. സോ സുപ്രീമം ഓഫ് എഫ് ഓഫ് എ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. ആൻഡ് ഹൂ ഈസ് യു? ഇറ്റ് ഈസ് സുപ്രീമം ഓഫ് ജി ഓഫ് എ. So we have supremum of f of a less than or equal to supremum of g of a. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട് ബൗണ്ടഡ് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു ബൗണ്ടഡ് ഫങ്ഷൻസ് ഓൺ എ കോമൺ ഡൊമെയിൻ എ സബ്സെറ്റ് ഓഫ് ആർ. നേരത്തെ അതേ കണ്ടീഷൻ. അടുത്ത് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. നേരത്തെ നമുക്ക് തന്നത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്നായിരുന്നു. ഇപ്പോൾ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ എക്സ് ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് എ. എന്ന് വെച്ചാൽ ഇവിടെയാണ് എഫ് ഓഫ് എ എങ്കിൽ ഇവിടെയാണ് എഫ് ഓഫ് ബി. ഓക്കെ, ഓരോ എക്സിലും എഫ് ഓഫ് വേറൊരു രീതിയിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതാണ് എഫിൻ്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്നാണ്. അതായത് ഓരോ പോയിൻറ്റിലും എഫ് ഓഫ് എക്സിനേക്കാളും വലിയതാണ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന്. ഓക്കെ, ഇപ്പം എഫിൻ്റെ ഗ്രാഫിൻ്റെ മുകളിലായിരിക്കും ജിൻ്റെ ഗ്രാഫ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇതാണ് എഫിൻ്റെ ഗ്രാഫ് എന്ന് കരുതുക. എല്ലാ എഫ് ഓഫ് എക്സിനേക്കാളും വലുതാണ് ജി ഓഫ് എക്സ്. അതായത് ഇതാണ് എഫിൻ്റെ ഗ്രാഫെങ്കിൽ ഇതിൻ്റെ മുകളിലായിരിക്കും ജിൻ്റെ ഗ്രാഫ്. എല്ലാ എഫ് ഓഫ് എക്സുകളും എല്ലാ ജി ഓഫ് വൈയേക്കാളും താഴെയാണ്. നേരത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സ് എടുത്തു, ഇവിടെ ഒരു വൈ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സിനേക്കാൾ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ജി ഓഫ് എക്സിനേക്കാളും വലുതാണ് എഫ് ഓഫ് വൈ ഇവിടെ. പക്ഷെ ഈ കേസിൽ അങ്ങനെ വരാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് എഫിൻ്റെ ഗ്രാഫിൻ്റെ മുകളിലാണ് ജിയിൻ്റെ ഗ്രാഫ്. ഇങ്ങനെ ഒരു സെപ്പറേഷൻ. ഇതാണ് എഫിൻ്റെ ഗ്രാഫിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ജിയിൻ്റെ ഗ്രാഫ് ഉള്ളതെന്നാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ സുപ്രീമം ഓഫ് എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ജി ഓഫ് എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും നേരത്തതുപോലെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ എക്സ് ആൻഡ് വൈ ഇൻ എ. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഐ വിൽ ഫിക്സ് എ വൈ ഇൻ എ. സോ ഫിക്സ് വൈ ഇൻ എ. ഇവിടെ വൈ ഇനി വാരി ചെയ്യുന്നില്ല. ഞാൻ എയിലുള്ള ഒരു വൈ ഫിക്സ് ചെയ്തു. ഏത് വൈയെയാണ് എടുത്തിരിക്കുന്നത്? ഏത് വൈ വേണമെങ്കിലും എടുക്കാം. സോ ഫിക്സ് വൈ ഇൻ എ ആർബിട്രറിലി. അതാര് വേണമെങ്കിലും ആവാം, ആരെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സോ ഐ ഹാവ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. എല്ലാ എഫ് ഓഫ് എക്സുകളും ജി ഓഫ് വൈയേക്കാൾ ചെറുതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ എ. സോ എഫ് ഓഫ് ക്യാപിറ്റൽ എക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമം ഉണ്ട്. ആ സുപ്രീമം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ്. സോ ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് സുപ്രീമം ഓഫ് എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് അപ്പർ ബൗണ്ട് ജി ഓഫ് വൈ. ഇത് ഏത് വൈക്കാണ് ഇത് ശരിയാവുക?
നമ്മളൊരു വൈ എ എലമെൻ്റ് ഓഫ് എ എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ വൈക്ക് എയിലെ ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആവാമായിരുന്നു. സോ ദിസ് ഈസ് ട്രൂ ഫോർ എവരി വൈ എലമെൻ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ജി ഓഫ് വൈകളേക്കാളും ചെറുതാണ് ഈ പറയുന്ന നമ്പർ. ഇതൊരു സിംഗിൾ നമ്പറാണ്. ഈ നമ്പർ എല്ലാ ജി ഓഫ് വൈയേക്കാളും ചെറുതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ സുപ്രീമം ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് ജി ഓഫ് എ. ഇപ്പോൾ ജി ഓഫ് എക്ക് ലോവർ ബൗണ്ട് ഉണ്ട്. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ആൻ ഇൻഫിമം അല്ലേ? ഇൻഫിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ലോവർ ബൗണ്ട്. ആ ഭാഗം അതാണ് എപ്പോഴും വലുതായി നിൽക്കേണ്ടത്. സോ സുപ്രീമം ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഏതോ ഒരു ലോവർ ബൗണ്ടാണ്. ആൻഡ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇസ് ഇൻഫിമം ഓഫ് ജി ഓഫ് എ. സോ വി ഹാവ് സുപ്രീമം ഓഫ് എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ജി ഓഫ് എ. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് വീണ്ടും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് കാണുക എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. എക്സസൈസിൽ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട് സുപ്രീമം പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയത്. സോ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. സ്വന്തമായിട്ട് എഴുതി ശീലിക്കുമ്പോഴേ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പേനയുടെ തുമ്പിൽ വരുള്ളൂ. സോ സ്റ്റഡി വെൽ.